ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഇനാബിൾ ചെയ്യട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് നമുക്ക് പോയാലോ. ഇന്ന് ഭസ്മം വെച്ചിട്ടുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ കാണിച്ചു തരാൻ പോണത് കേട്ടോ. അതിനായിട്ട് ആദ്യം തന്നെ നമ്മളിതുപോലെ ഒരു ഗ്യാസിൻ്റെ ടോപ്പൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഭസ്മം നല്ലൊരു ക്ലീനിങ് ഏജൻറ്റാണ് കേട്ടോ. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണെന്നൊക്കെ. അപ്പം ഈ ഗ്യാസ് ബർണറൊക്കെ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഭസ്മം ഈ ടോപ്പിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗ്യാസ് ടോപ്പിൻ്റെ മുകളിലോട്ടൊന്ന് വിതറി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം തെളിച്ചതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എവിടെയൊക്കെയാണ് കറകളുള്ളത് അവിടെയൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ നന്നായി ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ബർണർ എടുത്ത് മാറ്റിയിരിക്കുകയാണ്. നമുക്ക് ടോപ്പ് ക്ലീൻ ചെയ്യുന്നത് ഇപ്പോൾ കാണാം കേട്ടോ. അപ്പോൾ ഞാൻ നന്നായി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എവിടേക്കാണ് അഴുക്കുള്ളത് അവിടെയൊക്കെ ഒന്ന് തേച്ച് വെപ്പിച്ചതിന് ശേഷം കുറച്ച് അധികം തന്നെ എടുത്ത് തേച്ച് വരുന്നുണ്ട് കറിയുള്ള ഭാഗത്തൊക്കെ. അപ്പോൾ നേരെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കാം. അപ്പോൾ നന്നായി സ്പ്രെഡാക്കി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഞാനൊരു സ്ക്രബ്ബർ എടുത്തിട്ട് നന്നായി തേക്കുന്നുണ്ട്. എവിടെയൊക്കെയാണോ കറിയുള്ള ഭാഗത്തൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. സ്ക്രബ്ബർ മാത്രം എടുത്തിട്ടുള്ള ഒരു സോപ്പോ ഒന്നും ഞാൻ തന്നെ ഇതിൽ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് നല്ല റിസൾട്ടാണ്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ് ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിതിപ്പോൾ ഒന്ന് 5 മിനിറ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു കോട്ടൺ തുണി എടുത്തിട്ട് നനവില്ലാത്ത നല്ലൊരു കോട്ടൺ തുണി എടുത്തിട്ട് ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ കാണാൻ പറ്റും ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത്. അപ്പോൾ ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായി തന്നെ ക്ലീനായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വ്യത്യാസം നമുക്ക് മനസ്സിലാവും. ഞാൻ ഈ ഒരു ഭാഗം മാത്രമാണ് ഇതിൽ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. മറ്റേ സ്റ്റൗവിൻ്റെ മറ്റേ അടുപ്പിൻ്റെ ഉള്ള അഴുക്കും ഇതും തമ്മിലുള്ള വ്യത്യാസം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ സോപ്പോ ഒന്നും തന്നെ ഇല്ലാതെ ഭസ്മം വെച്ചിട്ട് അടിപൊളിയായിട്ട് നമുക്ക് ഗ്യാസിൻ്റെ ടോപ്പ് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഓക്കെ, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വ്യത്യാസം നിങ്ങൾ കണ്ടല്ലോ. ഈ ഭാഗത്ത് ഞാൻ ക്ലീൻ ചെയ്തിട്ടില്ല. ഇവിടെ ഞാൻ ഭസ്മം വെച്ച് ക്ലീൻ ചെയ്തതാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ടിപ്പ് നമ്പർ 2, നമ്മുടെ വീട്ടിൽ സിങ്കുകളൊക്കെ. അപ്പോൾ സിങ്ക് എന്ന് പറയുമ്പോൾ ഇതുപോലെ ടൈൽസ് ആണെങ്കിലും കുഴപ്പമില്ല. അതല്ലാതെ നമ്മുടെ മറ്റേ സാധാരണ സിങ്കായാലും നമുക്ക് ക്ലീൻ ചെയ്യാൻ ഈ ഭസ്മം ഇട്ട് ഒന്ന് ഇതുപോലെ ചെറിയൊരു ബ്രഷ് വെച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കഴുകി കളയുകയാണെങ്കിൽ നന്നായി തന്നെ ക്ലീൻ ആവും. അപ്പോൾ ഇതൊക്കെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടുത്ത ടിപ്പ് നമുക്ക് നോക്കണത് കണ്ണാടി. നമ്മുടെ അലമാരയിലെ കണ്ണാടികളൊക്കെ കുട്ടികളുടെ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഒരുപാട് ഇങ്ങനെ പാടുകൾ വീണത് കാണാം. അപ്പോൾ എത്ര തുടച്ചാലും കഴുകിയാലും നമുക്ക് വീണ്ടും അതിൻ്റെ തുടച്ചതിൻ്റെ പാടും കണ്ണാടി ഗ്ലാസ്സുകളിൽ ഉണ്ടാകും. അപ്പോൾ അതൊന്നും ഇല്ലാതെ നല്ല നീറ്റായിട്ട് നല്ല ക്ലീനായി വരാനായിട്ട് ഇതുപോലെ ഭസ്മം നനച്ചതിന് ശേഷം നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒന്ന് കണ്ണാടി എല്ലാ സൈഡും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ അലമാരയുടെ മാത്രമല്ല, നമ്മുടെ വിൻഡോസിൻ്റെ വാതിലുകളൊക്കെ ഇതുപോലെ ഗ്ലാസ് ആണെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ക്ലീനായി തന്നെ വരും. ഒരു പാടോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ പാടില്ലാതെ തന്നെ നമ്മൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇങ്ങനെ ചെയ്ത് നോക്കൂ, നല്ല റിസൾട്ടാണ് കിട്ടുക. അപ്പോൾ ഇതിന് ശേഷം ഞാൻ നല്ലൊരു ഉണങ്ങിയ തുണി വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഇത് ഉണങ്ങിയതിന് ശേഷം തുടച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടോളൂ, നല്ല റിസൾട്ട് തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഞാൻ തുടച്ചെടുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. നന്നായി ക്ലീനായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പാടോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചെയ്തതിന് ശേഷം എനിക്കൊന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കൂ, നന്നായി തന്നെ ക്ലീനായി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ടിപ്പ് എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കുമെന്ന് വിചാരിക്കണം. നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അടുത്ത ടിപ്പ് നമ്പർ 4 എന്താണെന്ന് വെച്ചാൽ നമ്മളിതുപോലെ സ്റ്റീൽ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് വെക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമില്ലാതെ അധികം വരുന്ന പാത്രങ്ങളൊക്കെ നമ്മൾ എടുത്ത് വെക്കുമ്പോൾ പാത്രത്തിൻ്റെ മുകളിൽ പൊടി പിടിക്കാനും തുരുമ്പ് പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാനുള്ള ടിപ്പാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഭസ്മവും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഒരു പേസ്റ്റ് പോലെ ആക്കിയതിന് ശേഷം ഞാൻ ഈ പാത്രത്തിൽ ചുറ്റും എല്ലാ സൈഡും ഞാൻ തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പാത്രം എന്നല്ല, നമ്മൾ എടുത്ത് വെക്കുന്ന എല്ലാ പാത്രങ്ങളും ഇതുപോലെ ചെയ്തതിന് ശേഷം നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുക. അപ്പോൾ ഇതിപ്പോൾ ഞാൻ തേച്ച് വെച്ച പാത്രം നന്നായി ഉണങ്ങി വന്നിട്ടുണ്ട്. ഈ ഉണങ്ങിയ പാത്രം ഉണ്ടോ നമുക്ക് നോക്കുമ്പോൾ അറിയാം. ഇതേപോലെ
എടുത്ത് വെക്കുകയാണെങ്കിൽ, ഇതുപോലെ തന്നെ നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ, നമ്മൾ എത്ര ദിവസം കഴിഞ്ഞിട്ട് എടുക്കുകയാണെങ്കിലും മാസങ്ങൾക്ക് ശേഷമൊക്കെ എടുക്കുകയാണെങ്കിൽ ഇതുപോലെ തുടച്ച് കൊടുക്കുകയാണെങ്കിൽ പാത്രത്തിൽ ഒരു തുള്ളി പൊടിയോ തുരുമ്പോ ഒന്നും പിടിക്കില്ല. ഇതിങ്ങനെ തുടച്ച് തുണി വെച്ചിട്ട് നമ്മൾ തുടച്ച് കൊടുത്താൽ പാത്രം നല്ല ഫ്രഷായിരിക്കും, പുതിയതുപോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് പുതിയ പാത്രങ്ങളെ പോലെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ വീണ്ടും നമുക്ക് കഴുകേണ്ടി വരില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് കഴുകിയെടുത്താൽ മതി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.